എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. അതിനേക്കാളെന്തു ഞാൻ നൽകിയിടും എൻ പ്രേമകാന്തന് യേശുവിന്. അതിനേക്കാളെന്തു ഞാൻ നൽകിയിടും എൻ പ്രേമകാന്തന് യേശുവിന്. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. പിളർന്നോരു പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. തുറന്ന നിൻ ചങ്കിലേ രക്തം ജലം പാപത്തെ നീക്കി സുഖം നൽകട്ടെ. മുറ്റും രക്ഷിക്ക എന്നെ. യോഹന്നാന്റെ സുവിശേഷം 18-19 അധ്യായങ്ങൾ നമ്മൾ വായിക്കാൻ പോവാം. അപ്പോൾ തന്നെ ഒരത്ഭുത സാക്ഷ്യത്തിലേക്കും കൂടെ നമ്മൾ കയറാൻ പോവാം. 81 വയസ്സുള്ള ഒരു അപ്പച്ചൻ, റിട്ടയർഡ് സ്കൂൾ ടീച്ചർ, അല്പസമയത്തിനകം നമ്മുടെ കൂടെ വരും. ആ സാക്ഷ്യം നമ്മൾ കേൾക്കും. വളരെ മാസീവായ 3 ഹാർട്ട് ബ്ലോക്കുകൾ 2 സ്ഥലത്തെ ടെസ്റ്റിൽ വ്യക്തമായി ഉറപ്പായിട്ടുണ്ടെന്ന് തെളിഞ്ഞത്. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ച് അടുത്ത ചെക്കപ്പിൽ ഡോക്ടർ ചോദിക്കുക, നിങ്ങൾ എവിടെയാ പോയത്, ആരെയാ കണ്ടത്? താങ്കൾക്ക് ഒരു കുഴപ്പവും ഹാർട്ടിനില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് 81 വയസ്സുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഹാർട്ട് പ്രോബ്ലം കൊണ്ട് അനേകർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ആ 65-70 വയസ്സുകളിൽ. എന്നാൽ അത്ഭുത സാക്ഷിയായി അപ്പച്ചൻ ഇപ്പൊ നമ്മുടെ കൂടെ വരും. ഇതിനെല്ലാം കാരണം ഒന്ന് മാത്രമാണ്, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഒരു പാറ അടിക്കപ്പെട്ടു, അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ അതിൽ നിന്നുള്ള വെള്ളമാണ് കുടിച്ചത്. ഇന്ന് നമ്മൾ വായിക്കും, കർത്താവിനെ ക്രൂശിച്ച ശേഷം പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. ആ വെള്ളം ഇപ്പോഴും ഒഴുകുന്നുണ്ട്, ആ മുറിവ് ഇപ്പോഴും ഉണ്ട്. ആ വെള്ളമാണ് നമുക്ക് തൃപ്തി തരുന്ന അടിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അടിക്കപ്പെട്ട പാറയിലെ വെള്ളം. ആ വെള്ളമാണ് നമ്മളെ നിർമ്മല കന്യകയായി കഴുകി താനിച്ഛിക്കുന്ന പോലെ ഓരോ ദിവസവും ആ പുതിയ നിയമ വചനമാകുന്ന വെള്ളം, പരിശുദ്ധാത്മാവാകുന്ന വെള്ളം. പിളർന്നൊരു പാറയെ ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ ജെയിംസ് ജോൺ ആൻഡ് ലിജി പിളർന്നൊരു പാറ എന്ന പാട്ട് അവർ പാടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കും. സ്തോത്രം. നമുക്ക് ഒന്നിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം.
നീക്കി സുഖം പാറയേ നിന്നിൽ ഞാൻ പാറയേ നൽകട്ടെ. ഏറിയാലും കണ്ണുനീ ആ ഒരു ലൈനിൻ്റെ അർത്ഥം വളരെ പ്രസിദ്ധമായ വളരെ പഴയ ഒരു ഇംഗ്ലീഷ് ഗാനമാണ്. മികവായി കൽപ്പനയെ കാപ്പാനാളല്ലേ ഞാൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പന എല്ലാം ന്യായപ്രമാണം മുഴുവൻ സസൂക്ഷ്മം അനുസരിക്കാൻ ബലഹീനായ എന്നെ കൊണ്ട് ഒരിക്കലും ഒക്കത്തില്ല. വൈരാഗ്യമേറിയാൽ ഞാൻ വലിയ തീഷ്ണതയോടുകൂടെ ഞാൻ മുഴുവൻ ഇപ്പം അനുസരിച്ച് കളയുമെന്ന് വെച്ചാൽ അനുസരിക്കാനൊക്കില്ല. ഇനി അതല്ല എന്നെ കൊണ്ട് പറ്റുന്നില്ലോ എന്നുകൊണ്ട് എൻ്റെ കണ്ണുനീര് ചൊരിഞ്ഞാലും എൻ്റെ കണ്ണുനീര് കൊണ്ടും എൻ്റെ പാപം പോകത്തില്ല. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. ദർ വാസ് നോ ഓപ്ഷൻ. മനുഷ്യന് പാപപരിഹാരം വരുത്താനുള്ള യാതൊരു ഓപ്ഷനും ഉണ്ടായിരുന്നെങ്കിൽ യേശു ക്രൂശിൽ മരിക്കേണ്ടി വരത്തില്ല. നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടോ അയ്യോ നമ്മുടെ മാനസാന്തരം കൊണ്ടോ നമ്മൾ അനുദപിച്ചാൽ മതിയായിരുന്നല്ലോ. നടക്കത്തില്ല. നമ്മൾ അനുദപിക്കണം, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം. പക്ഷേ യേശുവിൻ്റെ ക്രൂശ് കൊണ്ട് മാത്രമേ പാപമോചനം വരികയുള്ളൂ. അതാണ് ആ ലൈൻ. മികവായി കൽപ്പനയെ കാപ്പാനാളല്ല ഞാൻ, ഏറിയാലും അതുകൊണ്ടൊന്നും പാപം പോകില്ല. അതുകൊണ്ട് ഞാൻ വൈരാഗ്യമേറി ഞാൻ വലിയ തീഷ്ണതയോടെ ഇപ്പം ഞാൻ കൽപ്പനയെല്ലാം അനുസരിക്കുക, എൻ്റെ ജീവിതത്തിൽ ഒരു കുറവില്ലെന്നും പറഞ്ഞു വന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാനൊക്കത്തില്ല. ഇനി കണ്ടമാനം കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് എൻ്റെ ദൈവമേ എൻ്റെ പാപം എല്ലാം പോകട്ടെ, അല്ലെ കുറേ കർമ്മമാർഗം ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും എൻ്റെ പാപം പോകത്തില്ല. അതുകൊണ്ട് ക്രൂശിൽ ഞാൻ വരുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 18-19 അധ്യായങ്ങൾ കാണുന്ന പീഡാനുഭവം. അതിന് പകരം മറ്റൊന്നുമില്ല. പീഡാനുഭവം എനിക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ തിരുമുമ്പിൽ വരുമ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനേക്കാളൊക്കെ ഞാൻ നല്ല ആത്മീയനാണെന്ന് പറഞ്ഞ് വരാൻ എനിക്കൊക്കത്തില്ല. ഞാൻ മ്ലേച്ഛനാണെന്ന് പറഞ്ഞ് വരുന്നു, ഞാൻ പാപിയാണെന്ന് പറഞ്ഞു വരുന്നു,
ഞാൻ ക്രൂശിൽ ചാരുന്നു. അവർക്കാണ് നിത്യരക്ഷ. നിന്റെ മുമ്പിൽ വെറും കൈയായി വരുന്ന നേർച്ചയും വഴിപാടും ഒന്നുമില്ല. ഞാൻ നഗ്നനാണ്, ഞാൻ ഹീനനാണ്. മ്ലേച്ഛനായി ഞാൻ വരും. എന്നിലോടുന്ന നിന്റെ ശ്വാസം പിളർന്നോരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുക, നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസം ഒന്നാം നൂറ്റാണ്ടിൽ പൗലൂസും അപ്പോസ്തലന്മാരും പത്രോസുമെല്ലാം പ്രസംഗിച്ചതാണ്. കൃപയാൽ മാത്രം രക്ഷ. അവിടുത്തെ കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ സ്വന്തം പുത്രനെ ക്രൂശിൽ ജീവൻ കൊടുത്ത് ലോക മനുഷ്യരുടെ മുഴുവൻ ഇന്ന് ലോകത്തുള്ള 800-ലധികം കോടി ജനങ്ങളുടെയും പാപത്തിന്റെ പരിഹാരം ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്തിലൂടെ നടന്നു. ആ ദൈവത്തിന്റെ അടുക്കൽ ഞാൻ ഇനി എന്തോ കൊണ്ടുചെല്ലും? വെറും കൈയാ ഞാനിതാ. നമുക്ക് വെറും കൈയായിട്ടങ്ങ് ചെല്ലാം. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നൈതിരുന്നോട്ടെന്ന് പറഞ്ഞൊരു 100 രൂപ നേർച്ചക്കുറ്റിയിൽ ദയവായിട്ട് ഇടല്ല. ദൈവത്തെ കളിയാക്കുന്ന പോലെ. ദൈവവേലയിൽ കൊടുത്തു, ഒരു കുഴപ്പമില്ല. സുവിശേഷത്തിനായിട്ട് കൊടുത്തു, ദൈവനാമത്തിൽ കൊടുത്തു, ദൈവത്തിന് കൊടുത്തു. പക്ഷെ എന്റെ പാപപരിഹാരത്തിനാണെന്ന് പറഞ്ഞ് കൊടുക്കരുത്, പരിഹരിക്കപ്പെടത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പുത്രനെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ക്രൈസ്തവ സഭ ദൈവവചന സത്യത്തിൽ നിന്ന് അധപ്പതിച്ച് നേർച്ച, വഴിപാട്, പള്ളിക്ക് ചുറ്റും ഉരുളുക, വെട്ടുകല്ലെടുത്തുകൊണ്ട് നടക്കുക. യേശുവിന്റെ ക്രൂശിലൂടെ അല്ലാതെ, അവിടുന്ന് നമ്മുടെ പാപം ഒരു മരക്കുരിശായി ചുമന്നിട്ടല്ലാതെ. പഴയ നിയമകാലത്ത് പുരോഹിതൻ പുരോഹിതന്റെ കയ്യിലെത്തുന്ന കുഞ്ഞാട് വേണം കഷ്ടം അനുഭവിക്കാൻ. പുരോഹിതൻ കുറവ് തികഞ്ഞവനാണോ നോക്കുന്നില്ല, കൊണ്ടുവന്ന ജനവും കുറവ് തികഞ്ഞവനാണോ നോക്കുന്നില്ല. ഊനമില്ലാത്ത കുഞ്ഞാടായാൽ മതി. വന്നയാൾക്ക് ഊനമുള്ളതുകൊണ്ടാണല്ലോ യാഗം കഴിക്കാൻ വന്നയാൾ. എന്നാൽ ഇവിടെ പുതിയ ഉടമ്പടിയിൽ പുരോഹിതനും യേശുവാണ് തികവുള്ള പുരോഹിതൻ. പഴയ നിയമത്തിലെ പുരോഹിതൻ തന്റെ പാപങ്ങൾക്ക് വേണ്ടി ഒന്ന് യാഗം കഴിച്ചേച്ചു വേണം പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്ക് യാഗം കഴിക്കാൻ. ലോകത്തിലൊരു പാസ്റ്ററും ഒരച്ഛനും തിരുമേനിയും ആരുമില്ല പെർഫെക്റ്റ്. നല്ല ഒരു പെർഫെക്റ്റ് കുഞ്ഞാണ് യേശു ക്രിസ്തു. നമ്മളിന്ന് യോഹന്നാൻ 18-19 അധ്യായങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ അത് നമുക്കുള്ളതാണ്. അത് ഞാനാണ്, എനിക്ക് വേണ്ടിയാണ്. ആ ക്രൂശ് എന്നെ മാന്യനാക്കുവാൻ നമ്മളൊന്ന് വായിക്കത്തേ ഉള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമുക്ക് ആ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാലുണ്ടായ ഒരു അത്ഭുത സൗഖ്യത്തിലേക്കൊന്ന് പോകാം. ഞാൻ പറഞ്ഞല്ലോ, 81 വയസ്സുള്ള അപ്പച്ചൻ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ കുടുംബത്തിലെല്ലാവരും ഹാർട്ട്
ബ്ലോക്ക് വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച അതേ പ്രായത്തിൽ തന്റെ അപ്പനും വല്യപ്പനും ഒക്കെ. ഈ അധ്യാപകനും ഇന്ന് 81 വയസ്സുണ്ട്. അതേ ഹാർട്ട് പ്രോബ്ലം വന്ന് ബ്ലോക്ക് വന്ന് 2 ഹോസ്പിറ്റലിൽ നിന്ന് ഹാർട്ട് ബ്ലോക്ക് വ്യക്തമായി തെളിഞ്ഞ് റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിലൂടെ കടന്നുപോയ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച ശേഷം അടുത്ത ടെസ്റ്റിൽ ബ്ലോക്കില്ല. ഇത്രയും വർഷങ്ങളായി പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കുമ്പോൾ അത് വെളിപ്പെടുത്തുന്ന ഒന്നുണ്ട്. യേശു ക്രൂശിൽ പീഡാനുഭവം ഏറ്റു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. ആ നാമത്തിൽ പാപമോചനവും നിത്യജീവനും ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളാലും ആ വചനത്തെ ഉറപ്പിക്കും. നമുക്കിപ്പോൾ ആ അത്ഭുത സാക്ഷ്യത്തിലേക്ക് ഒന്ന് പോകാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എന്നോടൊപ്പം നമ്മുടെ നിലമ്പൂര് ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ സന്തോഷ് സാറും അദ്ദേഹത്തിൻ്റെ പിതാവ് മർക്കോസ് സാറും ഉണ്ട്. എൻ്റെ വീട് ഇവിടെ വാകത്താനും, മർക്കോസ് സാറിൻ്റെ വീട് ഇവിടെ ഒറിജിനൽ വീട് ഇവിടെ അടുത്ത് തോട്ടയ്ക്കാട്. തോട്ടയ്ക്കാട് എന്നാ വീട്ടുപേര്? കളപ്പുരയ്ക്കൽ. നീനായുടെ വല്യമ്മച്ചിയും ഇവരെല്ലാം കുടുംബപ്പേര് പുള്ളോലിക്കൽ കുടുംബക്കാരാണ്. അതിപ്പം ഇവിടെ വന്നാണ് പരിചയപ്പെട്ടത്. കാര്യങ്ങളൊക്കെ മനസ്സിലായി. പരിചയപ്പെട്ടതല്ല, അധ്യാപകനായി എത്ര വർഷം മുമ്പ് പോയതാണ് നിലമ്പൂർ? 60 വർഷം മുമ്പ് നിലമ്പൂർക്ക് പോയി. ഇപ്പം വളരെ യങ്ങാണ്, 80 വയസ്സേ ഉള്ളൂ അല്ലേ? ഉറക്കെ പറഞ്ഞാണ് 81 വയസ്സ്. സ്വോത്രം. അദ്ദേഹത്തിന്റെ മകൻ അധ്യാപകനായി ഇരിക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ ഇവരെല്ലാം കർത്താവായ യേശുവിനെ അറിഞ്ഞു. സന്തോഷ് സാറേ, ആ കർത്താവായ യേശുവിനെ അറിയാനുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഉണർവിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു സന്തോഷ് സാറൊക്കെ? യേശുവിൽ വിശ്വസിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് എനിക്കറിയാം. എൻ്റെ വൈഫ് ജോജനാണ് എന്നോട് ഒരു പറഞ്ഞ വചനം, യേശു മാത്രമാണ് ഏക രക്ഷകൻ, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. മറ്റു നാമങ്ങളിലൊന്നും പ്രാർത്ഥിച്ചാൽ സ്വർഗം കേൾക്കുന്ന നാമം, മറ്റു നാമങ്ങളെക്കാൾ എല്ലാം വിളിക്കേണ്ട നാമം യേശുവിന്റെ നാമമാണെന്ന് എന്നോട് പറയുകയും ആ നാമത്തിലുള്ള വിശ്വാസം എന്റെ ഉള്ളിൽ വരികയും ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ വിശ്വാസം ഉണ്ടായി. യേശു ആ കർത്താവെന്നുള്ളൊരു വിശ്വാസം ഉള്ളിൽ വന്നു. എന്നാൽ ഹെവൻലി ഫീസ്റ്റിലോട്ട് വരാനുണ്ടായ സാഹചര്യം, ജോജൻ എന്റെ വൈഫ് ആദ്യം സ്നാനപ്പെട്ടു. ജോലി ടീച്ചർ. ടീച്ചർ ഫാമിലിയാണ് മൊത്തം. സിസ്റ്റർ ടീച്ചറാണോ? അതെ, എന്റെ സിസ്റ്റർ. പെങ്ങള് പഠിപ്പിക്കുക ഓസ്ട്രേലിയയില് എല്ലാവരും ടീച്ചറാണ്. ഇത് മൊത്തം ടീച്ചർമാരുടെ കുടുംബമാണ്. മമ്മി ഒന്ന് കൈവീശി കാണിച്ചു. അതും ടീച്ചറാണ്. ഒന്ന് കൈവീശിക്കുക മമ്മി. ഉണ്ടോ? മമ്മിയും ടീച്ചറാണ്. അങ്ങനെ എല്ലാവരും ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിന്റെ ഒരു കുടുംബമാണ്. അപ്പൊ അങ്ങനെ എംഎൽഇ ഫീസ്റ്റ് വരാനിടയായത് എനിക്കൊന്ന് അന്ന് അവിടെ നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കൂട്ടായ്മ തുടങ്ങി. വിൽസൺ ബ്രദറും ഒക്കെ ഉള്ളത്. വിൽസൺ ബ്രദറും എല്ലാം കൂടിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്, കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തത്. തങ്ങളോട് ഒരു പ്രാവശ്യം ആ വഴിക്ക് യാത്ര ചെയ്തപ്പോൾ അവിടെ എന്റെ അളിയന്റെ ജുനു ബ്രദറിന്റെ ഭവനത്തിൽ വരാനിടയായി. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു കൂട്ടായ്മ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഒരു ഭവനത്തിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഒരു കൂട്ടായ്മ നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഇന്നിപ്പോ അവിടെയുള്ള നിലമ്പൂർ ചർച്ചായി മാറിയത്. അപ്പൊ ഇവരെല്ലാം കർത്താവിനെ അറിയാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഇന്ന് ഇത് ലൈവിലേക്ക് വരാനുള്ള കാരണം, ഈ പപ്പായുടെ ജീവിതത്തിൽ ഒരു വലിയ മിറക്കിൾ നടന്നാണ്. അത്ഭുത രോഗസൗഖ്യം നടന്നാണ്. മെഡിക്കൽ സയൻസിന് അല്ലേ പോലും അത്ഭുതകരമായ ഒരു മിറക്കിളിന്റെ ഉടമയാണ് ഈ ഇരിക്കുന്ന മർക്കോസ് സാറ്. ആ അത്ഭുതം എന്തായിരുന്നു എന്ന് പറയാമോ? പപ്പയ്ക്ക് 3.5 ബ്ലോക്ക് ഹാർട്ട് ബ്ലോക്ക് ഡിറ്റക്ട് ചെയ്തു. നടന്ന സമയത്ത് നെഞ്ച്
കിതപ്പ് വന്നു, നെഞ്ചുവേദന പോലെ തോന്നി. എത്ര വർഷം മുമ്പാ? 2007 അന്ന് എന്താ പ്രയാസം ഉണ്ടായെന്ന് പപ്പ ഓർക്കുന്നുണ്ട്? പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചിപ്പിടി ഒരു വായുവാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതിനൊരു അരിഷ്ടം മേടിച്ച് കഴിച്ചു, പക്ഷെ കുറഞ്ഞില്ല. അപ്പോൾ ഞാൻ പോയി ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, പിന്നെ ECG എടുക്കാൻ പറഞ്ഞു. അപ്പം ശകലം ECGയിൽ വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പെരിന്തൽമണ്ണയിൽ പിന്നെ ഒരു ഡോക്ടറെ കണ്ടു. അവരെന്നെ TMT ചെയ്തു. TMT ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വലിയ പോസിറ്റീവ് അഞ്ച് നടക്കണ്ട എന്ന് പറഞ്ഞു. അത് പിന്നെ നിങ്ങൾ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പിന്നീട് വേറൊരു ഹോസ്പിറ്റലിൽ കൂടെ പോയി കാര്യങ്ങൾ കാണിച്ചിട്ട് പിന്നെ പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലിൽ പോയി. അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ കാണിച്ചപ്പോൾ റിസൾട്ടെല്ലാം കാണിച്ചപ്പോൾ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തു. ആ പോകുന്നതിന് മുമ്പ് ബൈജു ബ്രദർ വീട്ടിൽ വന്നിരുന്നു. ഞാൻ അന്ന് ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചായിരുന്നു. 3.5 ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് അതിനു മുമ്പ് കൺഫേം ചെയ്തായിരുന്നു. കൺഫേം ചെയ്തതിന്റെ റിസൾട്ട് എല്ലാം കിട്ടിയത് കയ്യിൽ കിട്ടിയത് ആ റിസൾട്ട് കൊണ്ട് ഞങ്ങൾ സെക്കൻഡ് ഹോസ്പിറ്റലിൽ പോകും. ആദ്യ ഹോസ്പിറ്റലിൽ പോയെടുത്ത് ഈ 3.5 ബ്ലോക്ക് ഉണ്ടെന്ന് കൺഫേം ചെയ്തതാണ്. അതിനുശേഷം സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ടാണ് EMS ഹോസ്പിറ്റൽ ഡോക്ടർ വേണുഗോപാൽ, മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറായ ഡോക്ടർ വേണുഗോപാൽ അവിടെ വരുന്നുണ്ടായിരുന്നു. അവിടെ അതിനുശേഷം അവിടെ പോയി അവിടുന്ന് ഇത് തന്നെ കൺഫേം ചെയ്തു. 2 സ്ഥലത്ത് ഈ ബ്ലോക്കുകൾ കൺഫേം ചെയ്തതാണ്. അതിനു മുമ്പാണ് മൂന്നാമത് എങ്ങോട്ട് പോവാണ്? അതിനുശേഷം അതേ ഹോസ്പിറ്റലിൽ തന്നെ രണ്ടാമത് പോയ ഹോസ്പിറ്റലിൽ ബൈജു ബ്രദർ പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം പോയ ശേഷം പിന്നെ വീണ്ടും പോവാം. ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ ടെസ്റ്റിന് പോവാണ്. അതിനു മുമ്പാണ്. അതിനു മുമ്പ് ബൈജു ബ്രദർ നമ്മുടെ ഇപ്പോൾ കോഴിക്കോട് DP, കഴിഞ്ഞ വർഷം വരെ പാലക്കാട് സഭകളുടെ ഡയസിസ് പാസ്റ്ററും ഈ നാട്ടുകാരൻ വാഴത്താനക്കാരനുമായ ബൈജു ബ്രദർ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. പോകുന്നതിന് മുമ്പ് അവിടെ ചെന്ന് TMT ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഒന്നും പിന്നെ സംഭവിച്ചില്ല. ഓരോ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ഈ 3.5 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് 3.5 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് താമസിച്ചിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഡോക്ടറിനോട് ചോദിച്ച 2 ചോദ്യങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വേർ ഡിഡ് യു ഗോ, വാട്ട് ഡിഡ് യു ഡു? ഈ 2 ചോദ്യം ചോദിച്ചു. നിങ്ങൾ എവിടെ പോയി, എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, ഞങ്ങള് യേശുവിന്റെ നാമത്തിൽ ഒരു ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ചു. ഈ ഇത്ര ഒരു 3.5 ബ്ലോക്ക് ഉണ്ടായിട്ട് നിങ്ങൾ എന്തോ ചെയ്തോന്നാ ചോദിച്ചത്? എവിടെ പോയി ചെക്ക് ചെയ്തെന്നല്ലേ ചോദിച്ചത്? അല്ല, 3.5 ബ്ലോക്ക് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം കൂടെ ആൻജിയോഗ്രാം എടുക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഡോക്ടർ ചോദിച്ചു, ഓൾറെഡി കൺഫേംഡ് ആണല്ലോ, എന്നെ എടുക്കാൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നൂടെ ചെക്ക് ചെയ്തിട്ട് ഫർദർ ട്രീറ്റ്മെന്റ് മതി എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ അങ്ങനെ നിങ്ങൾ പറഞ്ഞു. അതിന്റെ റിസൾട്ട് വായിച്ചു ചെന്ന സമയത്താണ് ഡോക്ടറുടെ ഈ ചോദ്യം, വേർ ഡിഡ് യു ഗോ, വാട്ട് ഡിഡ് യു ഡു? നിങ്ങൾ എവിടെ പോയി, എന്ത് ചെയ്തു? ഞങ്ങൾ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞു, ആ ചെറിയൊരു മൈനർ ബ്ലോക്ക് അല്ലാതെ 3 മേജർ ബ്ലോക്സ് ഡിസപ്പിയർഡ് ആണ്. ഒരു മൈനർ ബ്ലോക്കുകളിലും 3 ബ്ലോക്കുകൾ കാണാനില്ല. അതുകൂടാതെ താമസിച്ചിട്ട് വരെ പപ്പയുടെ 4 തലമുറ, അതായത് പപ്പയുടെ ഫാദറിന്റെ ഫാദർ, അങ്ങനെ മുകളിലോട്ട് 4 തലമുറ എല്ലാവരും 65 വയസ്സിന് മുൻപ് അറ്റാക്കായി ഇതേ ഹൃദ്രോഗം വന്ന് മരിച്ചുപോയിരുന്നു. കുടുംബത്തിൽ അങ്ങനെയായിരുന്നു. വല്യപ്പൻ, എന്റെ ഫാദർ, ഇവരൊക്കെ അറ്റാക്ക് കൊണ്ട് മരിച്ച. ഈ അറ്റാക്ക് കൊണ്ട് തന്നെ മരിച്ചു. ഏകദേശം ആ ഒരു പ്രായത്തിലാണ് അപ്പച്ചന് 3.5 ബ്ലോക്ക് ഉണ്ടായി. ഇത് കേൾക്കുമ്പോൾ 3.5 ബ്ലോക്ക് ഉണ്ടായി, ഇത്രയും മരണം നടന്നിടത്ത് ആ പാരമ്പര്യ ബന്ധനം അഴിഞ്ഞ് അന്ന് ബൈജു ബ്രദറെ പ്രാർത്ഥിച്ചത് യേശുവിന്റെ നാമത്തിൽ, ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുത സൗഖ്യം കിട്ടിയെങ്കിൽ ഇന്ന് നിങ്ങളിവിടെ തോട്ടയ്ക്കായിട്ട് വരാനും എന്നെ വന്ന് കാണാനും ഇടയായത് ഞാൻ വിശ്വസിക്കുന്നു. അനേകരുടെ സൗഖ്യത്തിന്, അനേകരുടെ വിടുതലിന് അപ്പച്ചൻ തന്നെ ഒന്ന് കൈ നീട്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളും ഹാർട്ടുകളും സൗഖ്യമാവും. ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, അങ്ങയുടെ സന്നിധിയിലാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. കർത്താവ്, ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുക. കർത്താവ്, എന്നെ സൗഖ്യമാക്കിയ എൻ്റെ യേശു. കർത്താവ്, ഹാർട്ട് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുനാഥൻ എല്ലാത്തിനും മതിയായവനാണ്. യേശുവിൻ്റെ സ്നേഹത്തിൽ യേശുവിന് സമർപ്പിച്ചുകൊണ്ട് ആ കയ്യിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ബ്ലോക്കുകളാണേലും എൻ്റെ കർത്താവ് മാറ്റിത്തരും. അത് എനിക്ക് അനുഭവമാണ്. ഈ നാഴി വരെ എനിക്ക് ആ നെഞ്ചുവേദനയോ പ്രയാസങ്ങളോ ഈ നാഴി വരെ ഉണ്ടായിട്ട് 2007 സംഭവിച്ചാണ്. അതിനുശേഷം ഈ നാഴി വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. യേശുവിന്റെ കൃപയാണ്
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് രോഗബന്ധനങ്ങളെ നഴിച്ച് എല്ലാ രോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Yes. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ മേലും ദൈവ മഹത്വം ഇറങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹാർട്ടിന്റെ വാൽവുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ബ്ലോക്കുകൾ അപ്രത്യക്ഷമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ അലർജി രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, മസ്കുലർ പെയിൻ ആയിട്ട്, മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന പോലെ ആ യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് മസിൽസ് സാഗ് ചെയ്യുന്ന ഒരു അനുഭവമുള്ള വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് തന്നെ വേണു എന്നൊരു വ്യക്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുക. വേണുവിന്റെ മേൽ ദൈവം മഹത്വം ഇറങ്ങുക. യേശുവിന്റെ നാമത്തിൽ എല്ലാ കടച്ചീട്ടുകളും മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, എങ്ങനെ അത്ഭുതകരം. ചില ഭവനങ്ങളിൽ സമാധാനമില്ലാതെ, ഹല്ലേലൂയ, സ്തോത്രം, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ കാൽ കീഴാക്കി ചതച്ചു കളയും. യേശുവിന്റെ നാമത്തിൽ അസമാധാനത്തിന്റെ എല്ലാ വേരുകളെ ശാസിക്കുക. യേശുവിന്റെ രക്തത്താൽ ജയം പ്രഖ്യാപിക്കുന്നു. കർത്താവ് സൗഖ്യമാക്കി നന്ദി. All the glory belongs to you, Lord. In Jesus' name we pray. ആമേൻ, ആമേൻ, ആമേൻ. ആ പേര് കർത്താവ് പെടുത്തിയല്ലോ, അത് വിടുതല. ആമേൻ. ആ മസ്കുലർ പ്രോബ്ലംസ് വിടുതല. ആ ശരീരത്തിലെ അസ്വസ്ഥതകൾ വിടുതല. ഈ പ്രിയ പിതാവ് ഇന്ന് ആരോഗ്യവാനായി അല്ല യങ്ങായിട്ട് 81 വയസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് ഒരിക്കലും തെറ്റല്ല, അത് ഫാക്റ്റാ. പക്ഷെ ദൈവവചനം ട്രൂത്താ. ബീജങ്ങൾ എപ്പോഴും പറയും സ്തോത്രം, മനുഷ്യന്റെ റിപ്പോർട്ടുകൾ ഫാക്റ്റാണ്. അബ്രഹാമിന് ശരീരം ഇനി പുത്രോത്പാദനം ഉണ്ടാകത്തില്ല എന്നുള്ള അനുഭവം, അത് ഫാക്റ്റാ. ദാറ്റ്സ് എ മെഡിക്കൽ ഫാക്ട്. പക്ഷെ മെഡിക്കൽ ഫാക്ടിന് മുകളിലാണ് ദൈവത്തിന്റെ വചനം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. സാമ്പത്തിക വിടുതലുകൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നമ്മൾ ദൈവവചനത്തിലേക്കും തുടർന്ന് നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ പോവുകയാണ്. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ വലിയ കാര്യങ്ങൾ കർത്താവ് ഇന്ന് ചെയ്യും. ബ്ലസ് യു. വചനത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് കിടക്കാം. തുറന്ന നെഞ്ചങ്കിലേ രക്തനീരൻ പാപത്തെ നീക്കി സുഖം യേശുവേ, നന്ദി കർത്താവേ. Give you glory, Lord. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചു. രക്തനീരൻ പാപത്തെ നീക്കി പിളർന്ന പാറ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ യഹൂദന്മാരെ പേടിച്ച് എങ്ങനെ സ്വന്തം നാട്ടിൽ പോകുന്ന ഭയന്നിരിക്കുമ്പോൾ കർത്താവ് തന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട ആ സന്ധ്യയ്ക്ക് ഭയന്ന് വിറങ്ങലിച്ചിരുന്ന ശിഷ്യന്മാരോട്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട. തന്റെ മുറിവുകളെ കാണിച്ചു. ആ പിളർന്ന പാറ, ആ ചങ്ക് തുറന്ന പാറ ക്രിസ്തു ഇപ്പോഴും ചങ്ക് പിളർന്ന് തന്നെ നിൽക്കുകയാണ്. ആ സാക്ഷ്യമല്ലേ, 4 തലമുറ, അപ്പൻ, വല്യപ്പൻ, അതിന്റെ അപ്പൻ, ഈ ഹാർട്ട് പ്രോബ്ലം വന്ന് 60 വയസ്സിനൊക്കെ മുകളിൽ മരിച്ചെങ്കിൽ ഈ അധ്യാപകൻ ഞങ്ങളുടെ ഇവിടെ അടുത്ത തോട്ടയ്ക്കാട്ട്, ഞാൻ ഓർപ്പിച്ചല്ലോ, നീനായുടെയൊക്കെ വല്യമ്മച്ചിയുടെ അതേ കുടുംബക്കാരാണ് അവർ. വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപകനാകാൻ നിലമ്പൂരിലേക്ക് കുടിയേറി പാർത്തയാളാണ്. അവിടെ ചെന്ന് ടീച്ചറായി മറ്റ് പല നന്മകൾ കൊടുത്തതിലെല്ലാം വലിയ നന്മ കിട്ടി. ഈ പിളർന്ന പാറയായ ക്രിസ്തുവിനെ ജീവിതത്തിൽ അറിഞ്ഞു എന്ന് ബൈജു ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ
ആ പിളർന്ന പാറയിൽ നിന്ന്, അടിപ്പിണരുകളിൽ നിന്ന് വരുന്ന സൗഖ്യം ആ ശരീരത്തിൽ വന്നെങ്കിൽ, ഇപ്പൊ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, ആ ദേവദാസന്മാർ പ്രാർത്ഥിച്ചല്ലോ, നിങ്ങൾ ആ ഹാർട്ട് ബ്ലോക്ക് ആയിരുന്നത് ഒന്നുകൂടെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം. നിങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കണം ആ ശരീരത്തിലെ അസ്വസ്ഥതകൾ. അതുപോലെ തന്നെ എൻ്റെ കണ്ണിനകത്ത് വേദന എടുക്കുന്ന പോലെ, വലിയ വെളിച്ചമടിക്കുന്ന പോലെ, എന്തൊക്കെയോ അതിവേദന അനുഭവിക്കുന്ന ചിലരും സൗഖ്യമായിട്ടുണ്ട്. ചില കുടുംബജീവിത പ്രശ്നങ്ങൾ വിടുതലാകുന്നു. പൈശാചിക ബന്ധനങ്ങൾ, ഡിപ്രഷൻസ് ഒക്കെ സൗഖ്യമാണ്. കാരണം പിളർന്ന പാറയിൽ നിന്ന് സൗഖ്യത്തിന്റെ ആ ശക്തി വ്യാപരിക്കുന്നു. പിളർന്ന പാറയിൽ നിന്ന് ആശ്വസിപ്പിക്കുന്ന വചനം വ്യാപരിക്കുന്നു. പിളർന്ന പാറയിൽ നമ്മളെ കഴുകുന്ന ശുദ്ധജലം പ്രവഹിക്കുന്നു. ഏതാണ് വേണ്ടത്? യേശുവിൽ മാത്രം. എനിക്ക് ആ പാട്ടിന്റെ രണ്ടാമത്തെ ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ കടന്ന് വൈരാഗ്യപ്പെട്ടാലും ഒന്നും എൻ്റെ പാപം പോകത്തില്ല, എൻ്റെ നന്മ പ്രവൃത്തികളൊന്നും പോകത്തില്ല. നമുക്കതൊന്നുകൂടെ കേൾക്കാം. കൽപ്പന മുഴുവൻ എന്നെ കൊണ്ട് പാലിക്കാനൊക്കെ ഞാനങ്ങ് വിശുദ്ധിയിൽ ജീവിച്ചു കളയും. അത് പറ്റാത്ത വയ്യോ എന്ന് പറഞ്ഞ് അനുദപിച്ചാലും അതുകൊണ്ടൊന്നും പാപം പോകത്തില്ല. ക്രൂശിന് മാത്രമേ എന്നെ രക്ഷിക്കാനൊക്കെ. വൈരാഗ്യം ഏറിയാലും ചൊരിഞ്ഞാലും വന്നിട പാപനാശം. Nothing less than the cross, nothing more than the cross can save humanity. ക്രൂശിൽ കുറഞ്ഞതൊന്നും പോരാ, ക്രൂശിനേക്കാൾ കൂടുതൽ ഇനിയൊന്നും വേണ്ട. കർത്താവിന്റെ ക്രൂശും പീഡാനുഭവ മരണവും പിന്നെ എൻ്റെ ഒരു മെഴുകുതിരിയും കൂടെ ആവശ്യമില്ല. എൻ്റെ 10 രൂപയും കൂടെ, എൻ്റെ ഉപവാസ പ്രാർത്ഥനയും ഒന്നും അതിനാവശ്യമില്ല. ജസ്റ്റ് ബിലീവ് ഓൺ ദ സാക്രിഫിഷ്യൽ ഡെത്ത് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ വൈക്കേറിയസ് ഡെത്ത് ഓൺ ദ ക്രോസ്. നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൽ ആശ്രയിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മോക്ഷമാണ്. നിങ്ങളൊരു സത്യാന്വേഷിയാണോ, ഏതെങ്കിലും ഒരു മതസ്ഥനാണ്, മോക്ഷം കിട്ടുന്നത് എങ്ങനെയെന്ന് അന്വേഷിക്കുകയാണ്. ക്രൂശിൽ കൂടെ മാത്രം. അവിടുന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് ഒത്തിരി സത്യാന്വേഷികൾ എല്ലാ മതങ്ങളിലും വിഭാഗങ്ങളിലും ഒക്കെ ഉണ്ട്. ഈ ഒരു സന്ദേശത്തിന്റെ ഒരു ലിങ്ക് അതുപോലുള്ള ഒരു വ്യക്തിക്ക് നിങ്ങൾ അയച്ചു കൊടുക്കൂ. അവർ യേശുവിനെ അറിയട്ടെ, രക്ഷയും നിത്യജീവനും സ്വർഗവും പ്രാപിക്കട്ടെ. നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ പ്രിയ കുടുംബത്തിനു വേണ്ടി നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. പിളർന്നോരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ഹെവൻലി ഫീസ്റ്റ് ബഹ്റിൻ എന്ന ബൈജു, ബിജി ആൻഡ് ജെഫിൻ ഫാമിലിയാണ് ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ജസ്ലിൻ സെലിബ്രേറ്റിംഗ് ഹെർ 15th ബർത്ത്ഡേ ടുഡേ. അവിടുത്തെ മോളാണ് ജസ്ലിൻ, 15 വയസ്സായി. മോളെ ഇന്ന് കേൾക്കുന്ന വചനവും ആ ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ വരുന്ന അനുഗ്രഹവും ഇന്ന് മോളുടെ ബർത്ത്ഡേയിൽ നമ്മുടെ കർത്താവ് പീഡാനുഭവമേറ്റ് നേടിയ എന്തെല്ലാം നന്മയുണ്ടോ അത് മോളുടെ ജീവിതത്തിൽ വരട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ല പിറന്നാൾ നേരുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിലും
ലോകമെമ്പാടും അണ്ടർ ദ വിങ്സിലൂടെ ലോകമെമ്പാടും ചെല്ലുമ്പോൾ ഈ കുടുംബം അതിനുവേണ്ടി എൻ്റെ കർത്താവിൻ്റെ കയ്യിലേക്ക് വിതച്ചു. പ്രത്യേകിച്ച് അവളുടെ മോളുടെ 15ാമത്തെ ബർത്ത്ഡേ ആണ്. എൻ്റെ കർത്താവിൻ്റെ കൃപ ഈ കുടുംബത്തിന്മേൽ, ആ മോളുടെ മേൽ വരട്ടെ, അഭിഷേകം വരട്ടെ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ ഇവരെന്തെല്ലാം കാര്യത്തിൽ ഭാരത്തിലും പ്രയാസത്തിലും അവർക്കുണ്ട്, ആ ക്രൂശിൽ നിന്ന് പുറപ്പെടുന്ന അനുഗ്രഹം അവരുടെ മേൽ വരട്ടെ. അതിന്റെ സാക്ഷ്യം കേൾപ്പാൻ ഇടയാക്കണമേ കർത്താവേ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന്റെ ചിറകടിയിൽ എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവരെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, വന്ദനം പറയുന്നു. ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, HFTVയിൽ, ACV ഉത്സവ് ചാനലിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നവർക്ക് വന്ദനം പറയാണ്. തങ്കുബ്രദറിന്റെ പ്രത്യേകമായ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കട്ടെ. ആ പിളർന്ന പാറ, ക്രൂശിൽ പിളർന്ന സംഭവമാണ് നമ്മൾ ഇപ്പോൾ സുവിശേഷം 18-ാം അധ്യായം ആണ് ഇന്നലെ വായിച്ചത്. അതിന്റെ 18-ന്റെ 1 മുതൽ 14 വരെ നമ്മൾ വായിച്ചായിരുന്നു. അവിടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് ഞാനൊന്നുകൂടെ പറയാം. ഇന്നലെ ഓർപ്പിച്ചല്ലോ, 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ ശിഷ്യന്മാരുമായി ആ മാളികയിൽ പോയി പെസഹ കഴിച്ചതിനോട് ചേർന്ന് പറഞ്ഞ കർത്താവ് അവരോട് സംസാരിച്ച ഡിസ്ക്ലോസേഴ്സാണ്, നീണ്ട സംഭാഷണങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, 15-ാം അധ്യായം. നിങ്ങൾ കൊമ്പുകളാണ്, നിങ്ങൾ അധികം ബലം കായ്ക്കും. ഇതെല്ലാം പരിശുദ്ധാത്മാവ് വന്ന ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഒക്കെ ഓഫ് കോഴ്സ് ഹോളി സ്പിരിറ്റിന്റെ വരവിനെ കുറിച്ച് ഞാൻ പോകുന്നത് പ്രയോജനമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്നൊക്കെ പറഞ്ഞു. 13-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ അന്ത്യ അത്താഴവും ശിഷ്യന്മാരുടെ കാല് കർത്താവ് കഴുകുന്നതും, ഞങ്ങളിൽ ആരാ വലിയവൻ എന്നവർക്കൊരു ചെറിയ സംശയമുണ്ടായിരുന്നു. കർത്താവ് കാണിച്ചു കൊടുത്ത ആരാ വലിയവൻ, ഞാനാന്ന് പറഞ്ഞവരുടെയൊക്കെ കാല് ദൈവം തമ്പുരാൻ മുട്ടുകുത്തിയിരുന്ന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ആ കാലുകൾ കഴുകി, എന്നിട്ട് നിങ്ങളിൽ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ മറ്റുള്ളവരുടെ കാല് കഴുകട്ടെ എന്ന് കാട്ടിക്കൊടുത്തു. അന്ത്യ അത്താഴം കഴിച്ചു. അത്താഴത്തിൽ നിന്ന് യൂദ മുൻ പറഞ്ഞ അനുസരിച്ച് ഒറ്റിക്കൊടുക്കാൻ, കാരണം ഇത് കഴിഞ്ഞ് കർത്താവ് കെദ്രോൻ തോട് കടന്ന് ഗതസമന തോട്ടത്തിൽ വരുമെന്ന് യൂദായ്ക്ക് അറിയാം. അവരെ വിളിച്ചോണ്ട് വരണമല്ലോ, 30 വെള്ളിക്കാശ് കയ്യിലുണ്ടല്ലോ. ചെറിയൊരു തുകയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ യെരുശലേം പട്ടണത്തിന് അടുക്കലുള്ള ഒരു സ്ഥലം മേടിക്കാൻ പുള്ളിക്ക് ചില ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സ്ഥലത്തിന് പുള്ളി അഡ്വാൻസ് കൊടുത്തോന്ന് എനിക്കറിയത്തില്ല. അവിടെ തന്നെയാണ് പുള്ളി യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം പോയി ആത്മഹത്യ ചെയ്ത് തലകീഴായി വീണ് തന്റെ കുടലെല്ലാം പഴയ മലയാളത്തിൽ തെറിച്ചുപോയി. അക്കൽദാമ എന്ന സ്ഥലം മേടിച്ചെന്നൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലല്ല, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ 15, 16, 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന. അപ്പൊ തന്നെ ആ പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ കാര്യം, കർത്താവേ ഇവരെല്ലാം ഒന്നാകണം, പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായാൽ ലോകമറിയും. യേശുക്രിസ്തുവിന്റെ ക്രൂശും പീഡാനുഭവവും നമ്മുടെ ഹൃദയത്തെ തൊടുന്നെങ്കിൽ നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട. നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ തന്നെ ചെയ്താളാം എന്ന് ആർക്കും പറയാനൊക്കത്തില്ല. നമ്മുടെ ഒരു സഹോദരനെ കൂടെ കൈ കോർക്കണം. ഈ യേശുവിനെ ലോകമെങ്ങും കൊടുക്കണമെങ്കിൽ, 800 കോടിക്കും കൊടുക്കണമെങ്കിൽ, നമ്മളെല്ലാവരും യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്ന എല്ലാ സഭകളും ഈ സുവിശേഷത്തിന് വേണ്ടി കൈ കോർക്കണം. സഭകൾ തമ്മിൽ അതും ഇതും പറഞ്ഞ് ഭിന്നിക്കാതെ സഭയ്ക്കകത്ത് സഭാ രാഷ്ട്രീയം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിന്റെ ഈ ശരീരത്തെ ഒന്നുകൂടെ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണെന്ന് ഓർത്തുകൊണ്ടാണ്. അല്ല, എനിക്ക് എന്റെ സഹോദരനോട് ചില മുറിവുകളുണ്ടെങ്കിലും സ്റ്റിൽ വിശ്വാസികൾ തമ്മിൽ ഒരു ചെറിയ ഭാരമൊക്കെ ചിലപ്പം വരാം. എന്റെ കർത്താവിന്റെ ആ അടിപ്പിണരുകളിൽ കൂടെ കിട്ടുന്ന സൗഖ്യം എനിക്ക് കിട്ടി. ഇനി 800 കോടിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ കൈകോർത്താൽ
ഈ വർഷത്തേക്ക് പരിശുദ്ധാത്മാവ് തന്ന സന്ദേശം കഴിഞ്ഞ ഡിസംബർ 31 തങ്കുപറലിലൂടെ ഹോളി സ്പിരിറ്റ് തന്നു. ഫിലാദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, ആരും അടയ്ക്കാത്ത വാതിൽ നിന്റെ മുമ്പിൽ തുറക്കും. എന്താണ് ഫിലാദൽഫിയ? സഹോദര സ്നേഹം എവിടെയുണ്ടോ അവരുടെ മുമ്പിൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ തുറക്കും. ക്രിസ്തു തന്റെ സ്നേഹത്തിൽ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഏറ്റവും പ്രധാനമായി ചെയ്തത്, ഇവരെ കൂട്ടിവരുത്തുകയാണ്. 500 പേര് യേശുവിനെ കണ്ടെങ്കിലും 120 പേരെ ജെറുസലേം വരെ 10,000 കിലോമീറ്റർ കഷ്ടപ്പെട്ടു പോയി ജെറുസലേമിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഇരുന്നുള്ളൂ. അവരെ കൂട്ടിവരുത്തി, ഭിന്നിച്ചു പോയവരെ കൂട്ടിവരുത്തി. അഗ്നി ഇറങ്ങി വെറും മുക്കുവന്മാരെ കൊണ്ട് ലോകത്തെ തുടർന്ന് ഉണർവഹിച്ചു. പ്രസംഗപാഠവും കൊണ്ടല്ല, ഭാഷാപ്രയോഗം കൊണ്ടല്ല, സാക്ഷ്യം പറയാൻ വലിയ ഭാഷാപ്രയോഗമൊന്നും വേണ്ട. കോടതിയിൽ നിങ്ങൾ ഇന്ന കാര്യം കണ്ടതാണോ എന്ന് ചോദിക്കുമ്പം പ്രാസം വെച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കണ്ടതല്ലേ, കണ്ടില്ല, നമ്മൾ സാക്ഷികളാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ലോകമൊക്കെയും ആരുടെ മരിച്ചുയർത്തുന്നതിന്റെ കർത്താവിന്റെ സാക്ഷികളാവും. അതാണ് യേശു ഉയർത്തെഴുന്നേറ്റെന്നാണ് ലോകം അറിയേണ്ടത്. യേശു പാപപരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു. യേശു വെറും ഒരു പ്രവാചകൻ മാത്രമായിരുന്നു, ക്രൂശിൽ മരിച്ചില്ല, അങ്ങ് എടുക്കപ്പെടുകയായിരുന്നു എന്നൊക്കെ പറയുന്ന ചിന്താഗതികളുണ്ട്. നോ, ഇതാണ് സത്യം. സകല മാനവജാതിക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ കണ്ട അത്ഭുതവും ആ യേശുവിന്റെ നാമം പറയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം വ്യാപരിക്കും. ഇന്നിനിയും വ്യാപരിക്കാൻ പോവുകയാണ്. അപ്പോ അങ്ങനെ ആ മഹാപൗരോഹിത്യ പ്രാർത്ഥന, നാം എല്ലാവരും ഒന്നാകണമെന്നുള്ള ചങ്കുപൊട്ടിയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കും ശേഷം നമ്മുടെ കർത്താവ് പറയുന്ന കർത്താവിന് സംഭവിച്ച കാര്യങ്ങളാണ് 18-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും 21 അല്ലെ 18ഉം 19ഉം തന്റെ പീഡാനുഭവം. അപ്പൊ കർത്താവ് ഇത് പറഞ്ഞിട്ട്, ഇതെല്ലാം പറഞ്ഞിട്ട്, നിങ്ങൾ ഒന്നാകണം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്, നിങ്ങൾ ഫലം കായ്ക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്നെല്ലാം ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട് നടന്നു. അപ്പോഴാണ് യൂദ ഈ മഹാപുരോഹിതന്റെ പരീശന്മാരും അയച്ച ചേവരെയും കൂട്ടിക്കൊണ്ട് ഗതസമനാം തോട്ടത്തിൽ വന്നു. നിങ്ങൾ ആരെ തിരയുന്നെന്ന് യേശു ചോദിച്ചു. നസ്രായൻ യേശുവിന് ഞാൻ തന്നെ, ഇന്നലെ മകളുടെ ഞാനാണ് അയാം. അപ്പം ഈ യോഹന്നാന്റെ ലേഖനത്തിൽ, സുവിശേഷത്തിൽ യേശു എന്ത് എഴുതിയത് തന്നെ, യേശു സത്യ ദൈവമാണ്, ദ ഓൾ മൈറ്റി ഗോഡാണ്. ഇന്നലെ നമ്മൾ ഓർപ്പിച്ചല്ലേ, യഹോവ ഇരിയും യഹോവ നിസിയും. പഴയ നിയമത്തിൽ ഭാഗമായിട്ടുള്ളതല്ല, ഒരാളിൽ സമ്പൂർണമായി. കൊലോസ്യ ലേഖനം പറയുമ്പോൾ യേശു ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി. കംപ്ലീറ്റ് ഗോഡാണ് ക്രൈസ്റ്റ്. ക്രിസ്ത്യാനിയുടെ ദേവനല്ല. എല്ലാ മതങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്, ഭാരതീയ മതങ്ങളിലുമുണ്ട്. എന്നാൽ ആ സർവ വെളിപ്പാടുകളും ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ഭാഗമാണെങ്കിൽ ആ ദൈവ സ്നേഹമാണ്. സ്നേഹത്തിനകത്ത് സകലമുണ്ട്. ജീവൻ വെക്കുന്ന സ്നേഹമാണ്, കാല് കഴുകുന്ന താഴ്മയാണ്. ആ ദൈവത്തെ യേശു ഇവിടെ അവതരിപ്പിച്ചു. ഞാൻ തന്നെ എന്ന് പറഞ്ഞതും യൂദയും കൂടെ നിൽക്കുന്ന പട്ടാളക്കാരും പിൻവാങ്ങി നിലത്ത് വീണു. ഇത് നിങ്ങൾ എന്നെ തിരയുന്നെങ്കിൽ ഇവര് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും പീഡാനുഭവം വേണ്ടെന്ന്. ഇനി രക്ഷ കിട്ടാൻ, പരിശുദ്ധാത്മാവ് വരാൻ നമ്മളാരും മുട്ടാലിഴയൊന്നും വേണ്ടെന്ന്. ഇവർ പൊയ്ക്കൊള്ളട്ടെ, എന്നെ നിങ്ങളെയുമാണ് ചൂണ്ടിയത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 18, 19, 20, 21 അധ്യായം ഞാനും എന്ന് ഇന്നലെ ടൈറ്റിൽ ചെയ്തത് എനിക്ക് വേണ്ടിയാണ്. ഉടനെ പത്രോസ് വാളെടുത്ത ഒരൊറ്റ വെട്ടാണ്. എന്ത് സംഭവിച്ചു? അതിനകത്ത് ഏറ്റവും കൂടുതൽ യേശുവിനെ ചീത്ത വിളിച്ചവനിട്ടായിരിക്കുമല്ലോ വെട്ടിയത്. കഴുത്തിന് കൊള്ളാനാ വെട്ടിയത്, പക്ഷെ ചെവി താഴെ പോയി. നമ്മുടെ കർത്താവ് മറ്റ്
സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ആ കാതെടുത്ത് സൗഖ്യമാക്കി. യേശു ക്രൂശിൽ പോകുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ ചെയ്ത ഹീലിംഗ് മിനിസ്ട്രി തന്നെ വെട്ടാൻ വന്ന, തന്നെ ചീത്ത വിളിച്ച ആളുടെ കാത് സൗഖ്യമാക്കുക, വാളുറയിലിടുക എന്ന് പറഞ്ഞു. മൽക്കോസ് എന്ന ഒരാളെയാണ് വെട്ടിയത്. പിന്നീട് നമ്മൾ മൽക്കോസിന്റെ ഒരു ചാർച്ചക്കാരനെ നീയും ആ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ തള്ളി പറയുന്നുണ്ട്, താഴെ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ കാത് താഴെ പോയി. എനിക്ക് കഴിഞ്ഞ ദിവസം ഈ പത്രോസിന്റെ ഒറേ കടന്ന വാളുകൊണ്ട് മനുഷ്യന്റെ ഈ കാത് വെട്ടിയെങ്കിൽ ഇത് കഴിഞ്ഞ ഒരു 50 ദിവസം കഴിഞ്ഞപ്പം വേറൊരു വാള് യേശു കൊടുത്തു. എബ്രായ ലേഖനം 4:12 പറയുന്ന വാൾ ദൈവത്തിന്റെ വചന ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്, ആത്മാവിനെ സന്ധിവചങ്ങളെ തുളച്ചു ചെല്ലുന്ന വാൾ. എഫേസ്യ ലേഖനം 6 വായിക്കുന്ന ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ, സാത്താന്റെ പ്രവർത്തികളെ വെട്ടുന്ന വാൾ. ആ വാളും ചെവി കൂടെ തന്നെ കയറിയത്. മൽക്കോസിന്റെ ചെവി വെട്ടിയിട്ടു. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകി കഴിഞ്ഞു. 11 പേരോട് കൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം. പത്രോസ് ഒറ്റയ്ക്ക് നിന്ന ഒരു പണിയും നടക്കുകയില്ല. ഇവരൊന്നാകണമെന്ന് പറഞ്ഞ് അവിടെ വെളിപ്പെടുകയാണ് ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ. ഹോളി സ്പിരിറ്റ് വരുമ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ ചേർത്ത് നിർത്താനും വലിയ ഐക്യത വ്യാപരിക്കും. എന്നെ കൊണ്ട് തന്നെ ഇത് പറ്റത്തില്ലെന്ന് പിടികിട്ടും. ആ വാൾ യേശുവിന്റെ ഉയർപ്പിന്റെ പ്രസംഗമായിരുന്നു. ആ വാൾ നിങ്ങൾ ക്രൂശിച്ചവനെ യേശു ദൈവം ഉയർപ്പിച്ചു. ആ നാമത്തിലേക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. മുമ്പേ കണ്ട അമ്പച്ചന്റെ സൗഖ്യം യേശു ഉയർത്തെഴുന്നേറ്റെന്നാണ് ഈ കാണുന്നത്. ഇത് കേട്ടപ്പോൾ കർത്താവിനെ ക്രൂശിച്ചവർ തന്നെ ഇത് കേട്ടത്. അവന്റെ ഹൃദയത്തിലേക്കൊരു വാൾ കടന്നു. മൽക്കോസിന്റെ ചെവി വെട്ടിയിട്ടു പത്രോസിന്റെ ജഡിക വാളെങ്കിൽ പത്രോസിന്റെ കയ്യിൽ കൊടുത്ത ജീവന്റെ വാൾ ഹൃദയത്തെ തൊട്ടു. അവർ മുട്ടുമടക്കി ഞങ്ങൾ എന്ത് ചെയ്യണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടോളാം പറഞ്ഞു. 3000 പേരൊന്ന് സ്നാനപ്പെട്ടു. അതാണ് സഭയുടെ തുടക്കം. ഈ വാൾ എൻ്റെ അകത്തും കടന്നു. അതുകൊണ്ടാ സ്നാനപ്പെട്ടു. എല്ലാം സ്നാനപ്പെടും. നമുക്കൊക്കെ അമ്പരചുംബിയായ സൗധങ്ങളായ ദേവാലയങ്ങളോ ശവക്കോട്ടകളോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ സ്നാനപ്പെട്ടു. ഈ വചനം യേശു ഉയർത്തെന്നിട്ട് മാനസാന്തരപ്പെടുക എന്ന വചനം ഹൃദയത്തിൽ കടന്നോ നമ്മൾ സ്നാനപ്പെട്ടിരിക്കും. വലിയ രഥത്തെ വന്ന മന്ത്രി വരെ വചനത്തിന് മുമ്പിൽ മുട്ടുകുത്തി സ്നാനപ്പെട്ടു. മന്ത്രവാദി സ്നാനപ്പെട്ടു. ഇന്ത്യയിൽ വലിയ സ്നാനങ്ങൾ നടക്കും. കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഉന്നത രാഷ്ട്രീയക്കാരിൽ ചില കൃപയാൽ സ്നാനപ്പെട്ടവരിൽ ചിലരോട് സുവിശേഷം പറയാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഇനി സ്നാനപ്പെടാൻ പോവാ. ഗുജറാത്തിൽ എന്തോ സംഭവിക്കുന്നു. ഉന്നതന്മാർ സ്നാനപ്പെടാൻ പോകുന്നു. റബാല ഭൂഷപ്രഭേ ലഗസിയാധരാജ. നോർത്ത് ഈസ്റ്റിൽ പിന്നെയും മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. ചോരക്കളമായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ച ചോര വീണെങ്കിൽ അവിടെ ഇനി ചോര ചീന്താൻ പാടില്ല. പ്രാർത്ഥിച്ചു. അടുത്തൊരു ഉണർവ് മണിപ്പൂരിലുണ്ടായ സ്തോത്രം. ഈ ഭീകരാനുഭവം ഇപ്പോഴും തുടരുന്നത് അവിടെ ശമിക്കട്ടെ. ഒരു ആത്മീയ ഉണർവിന്റെ കളം ഒരുങ്ങട്ടെ എന്ന് കൽപ്പിക്കും. ഇൻ ജീസസ് നെയിം. അങ്ങനെ പട്ടാളവും സഹസ്രാധിപനും ഒടുവിൽ കർത്താവിനെ പിടിച്ചു കയറ്റി ഹന്നാവിന്റെ മരുമോന കയ്യാഫാവ് ആ സമയത്തെ ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിയപ്പനായിരുന്നു. കയ്യഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. അതെന്ന ആലോചന പറഞ്ഞ കാര്യം ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് 11:47 മുതൽ വായിക്കാം. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ അതിശക്തമായി തുടരുകയാണ്. യേശു ലാസറിനെ പുറത്തു കൊണ്ടുവന്നു. നമുക്കറിയാം യെരുശലേമിനടുത്ത് ബേഥാനിയയിലാണ്. കർത്താവിന്റെ ആ യെരുശലേം യാത്രയിൽ ഒത്തിരി മിറക്കിൾസ് നടന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദേവാലയ ശുദ്ധീകരണം നടന്നു. ഇവനെ ഇങ്ങനെ വിട്ടാൽ നമ്മുടെ മതം പൊളിയുമല്ലോ, മരിച്ചവനെ വരെ ഉയർപ്പിക്കുക.
തങ്ങളുടെ മതം നിലനിർത്തുകയാണ് അവരുടെ വിഷയം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു, മരിച്ചവൻ പുറത്തു വന്നു. 11:44. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും വരുന്നു. അവന്റെ കെട്ടടിപ്പീൻ അവൻ പോകട്ടെ എന്ന് യേശുവരോട് പറഞ്ഞു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. മശിഹ എന്ന് പിടികിട്ടി, ഉയർപ്പിച്ചല്ലോ. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്ത് അവരോട് അറിയിച്ചു. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തുപ്പൂ എന്ന് പറയുന്ന സൈസ് അന്നും ഇന്നും ഉണ്ട്. ഈ അത്ഭുതം അടയാളമെല്ലാം കളിയാണ്, ഇതെന്തോ കുഴപ്പം, മന്ത്രവാദിയാന്നൊക്കെ പറഞ്ഞാണ്. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നില്ല, അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. ഈ കളി തുടരാൻ പറ്റത്തില്ല. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു. ഇവരുടെ ഈ വാക്കൊക്കെ അറം പറ്റി. ഇത് കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞപ്പോൾ റോമാക്കാർ വന്ന സ്ഥലത്തെയും ജനത്തെ എടുത്തു, ലോകത്തിലെല്ലാം ചെതറി. പക്ഷെ യേശു അവരോട് പറഞ്ഞു, ഒരു റോമക്കാരനും തൊടാതെ എന്റെ ചിറകടിയിൽ നിങ്ങളെ മറയ്ക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ആ യഹൂദൻ ഇന്നും ലോകത്തിൽ ചെതറിക്കടന്ന് വന്നുകൊണ്ടിരിക്കുക. അവർ യേശുവേ എന്ന് വിളിക്കുന്നവരെ അവർക്ക് പ്രശ്നമാണ്. ഇസ്രായേലിന്റെ യെരുശലേമിന്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിന്ന് പറയുമ്പോൾ യെരുശലേമിന്റെ സമാധാനത്തിനായിട്ട് നമ്മൾ സഭ പ്രാർത്ഥിക്കേണ്ടവർ യേശുവിനെ അറിയാൻ. അതുവരെ അവർക്ക് സമാധാനം ഇല്ല. അവരാരിലൊക്കെ ആശ്രയിച്ചാലും സമാധാനം കിട്ടത്തില്ല, ആരും കൊടുക്കത്തില്ല. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അവർ പറയും ഒരു ദിവസം. അന്നവർ യേശുവിനോട് പറയും, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്താണ്? എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാണെന്ന് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സംഭവിക്കും. അതിനൊക്കെ സമയങ്ങളായിരിക്കുക. യേശു വരാറായി. യഹൂദൻ ദേവാലയം പണിയാൻ തുടങ്ങും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്നിരിക്കണം. ഇവനെ ഇങ്ങനെ വിട്ട് റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയെന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്ന നന്ന് എന്നോർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. പുള്ളി വലിയ ആത്മീയം കളിച്ച് യേശുവിനെ കൊന്നേക്കാവെന്നേ പറഞ്ഞു. അങ്ങനെയാണല്ലോ ഒടുവിൽ യൂദായിക്ക് 30 വെള്ളിക്കാശ് ആലയത്തിലെ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുക. നമ്മുടെ സഭയുടെ ഫണ്ട് വല്ലവരെയും കൊല്ലാനൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഭാരങ്ങൾ ഒരു കോടതിയിൽ കൊടുക്കാൻ ദൈവജനത്തിന്റെ പൈസ ഇടയാകല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം. അവനിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. എനിക്ക് അവിടെ മാറ്റം, പറഞ്ഞതല്ല, പ്രവചിച്ചതത്രേ. ഈ പ്രവചനം എന്ന് പറയുന്ന ശുശ്രൂഷ അത് ഏറ്റവും ശ്രേഷ്ഠമായത്. പക്ഷെ അത് വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം. ദൈവവചനമായിരിക്കണം ഏറ്റവും മുകളിൽ, അതിന്റെ താഴെയുള്ള പ്രവചനം. അതുകൊണ്ടാണ് പ്രവചനം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിക്കുന്ന. അപ്പൊ തന്നെ പ്രവചനത്തിന്റെ ഉദ്ദേശവും നല്ലതായിരിക്കണം. ഇവിടെ അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവമാക്കി വെച്ച ഒരു സ്ഥാനത്തിരുന്ന് വല്ലതും പറഞ്ഞ അതിനകത്തൊരു പ്രവചനം കാണും. ഈ മഹാപുരോഹിതൻ പുരോഹിതനാണല്ലോ കാളയാടിനൊക്കെ യാഗം കഴിക്കുന്നത്. യാഗം കഴിക്കുന്ന ആൾ തന്റെ അടുക്കൽ വന്ന ആട്ടിൻകുട്ടിയെ, ഈ ആട്ടിൻകുട്ടി മരിച്ചാൽ ജനത്തിന് നല്ലതാന്ന് പറയും. അതുപോലെ യേശുവിനെ വകവരുത്തണം, അല്ല ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ജനം യേശു പാപയാഗമാകുക, ഞങ്ങൾ യാഗം കഴിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. ഞങ്ങളുടെ ജനമെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് പോവും, ഞങ്ങളുടെ സ്വോത്രകാഴ്ച പോവും, ഞങ്ങൾക്ക് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഇവനെ കൊന്നേക്കാവെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്തൊരു പ്രോഫസി ഉണ്ടായിരുന്നു. അതാണ് ഒരു ദൈവമാക്കി വെച്ച സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ വായിൽ കൂടെ ഒരു വാക്ക് വന്നാൽ അതിനകത്തൊരു പ്രോഫറ്റിക്കാണ്. അയാള് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞെങ്കിൽ അയാൾക്ക് കൊള്ളാം, പ്രവാചകന് കൊള്ളാം, അല്ലെങ്കിൽ അയാൾക്ക് നാശമാവും. ഈ പ്രോഫസിയുടെ ഗുണം യെശയ്യാ ഈ പറഞ്ഞ പുള്ളിക്ക് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ നാമത്തിൽ പ്രവചിച്ചു, വീര്യപ്രവൃത്തി ചെയ്തു എന്നൊക്കെ ആ നാളിൽ പറയും. പക്ഷെ തിന്മ പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും. അപ്പം നമ്മൾ പ്രോഫസി ചെയ്യുമ്പോഴും ഒക്കെ ഓർത്തോണം, ഞാൻ പ്രോഫസി ചെയ്തുകൊണ്ടോ ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെട്ടതുകൊണ്ടോ ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നൊരു പ്രവാചകനും ഗണിച്ചുകൂടാ.
ഞാനും മുമ്പേ എന്റെ അകത്ത് വെളിപ്പെട്ട ചില സ്ഥലങ്ങളൊക്കെ പ്രോഫസി പറഞ്ഞു. അത് ഹോളി സ്പിരിറ്റ് തരുന്നതാണ്. പക്ഷെ ഏറ്റവും വലുത് ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ വചനവുമാണ്. അവന് സ്വയമായി പറഞ്ഞല്ല താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാൻ പോകുന്നു പ്രവചിച്ചതത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിന് തന്നെ. കണ്ടോ, ചിതറിയിരിക്കുന്നവരെ ഒന്നായിട്ട് ചേർക്കുന്നതാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം. അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കറിയ എഫ്രൈം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു എന്നൊക്കെ നമ്മൾ വായിക്കുക. നന്മ ചെയ്തവനെ കൊല്ലണം, കൊലപിടിക്കണം. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ശുശ്രൂഷകരെ, നിങ്ങളെ ആരെങ്കിലും സുവിശേഷ നിമിത്തം പീഡിപ്പിച്ചാൽ ആ പീഡനം നന്മയായിട്ട് വരുത്തും. വടക്കേ ഇന്ത്യയിലൊക്കെ അനേക ദൈവദാസന്മാർ. കഴിഞ്ഞ ദിവസം ടിജോ പാസ്റ്റർ അറിയിക്കായിരുന്നു, ഞങ്ങൾ വളരെ കർത്താവിൽ സ്നേഹിക്കുന്ന യാദവ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ UP-യിൽ 10,000 പേരാണ് ഗ്രാമത്തിൽ തന്റെ ശുശ്രൂഷയിൽ പങ്കാളിയാണ്. താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1 കൊല്ലത്തോളം ജയിലിലായിരുന്നു. കഴിഞ്ഞ ദിവസം വെളിയിൽ വന്നു. ഗ്ലോറി ടു ഗോഡ്. സുനിൽ പാസ്റ്റർ, അഹമ്മദ് നഗറിലെ സുനിൽ പാസ്റ്റർ, നമുക്കറിയാവില്ല, തങ്കുബ്രദർ അവിടെ കടന്നു പോവുകയും ആ കാര്യത്തിൽ ഇടപെടുകയും വളരെ നീചമായ ഇല്ലാത്ത കേസുകൾ ചുമത്തി ദൈവദാസന്മാരെ ഇടുമ്പോൾ ഉണർവിന് തീ കൊളുത്തുകയാണ്. ഇവരെല്ലാം അകത്തിട്ടുകൊണ്ട് ഉണർവിന് തീ കൊളുത്തുകയാണ്. ഇന്ത്യ ഇതുവരെ കാണാത്ത ഉണർവ് കാണാൻ പോവുകയാണ്. അപ്പൊ കയ്യാഫാവോ ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരുടെ ആലോചന പറഞ്ഞവൻ തന്നെ. ഒരു മനുഷ്യൻ മരിക്കുന്നവൻ നല്ലതെന്ന് പറഞ്ഞ ഈ കയ്യാഫാവിന്റെ അമ്മായിയപ്പന്റെ അടുക്കലാണ് യേശുവിനെ ആദ്യം ഗതസമനായി കൊണ്ടുപോകുന്നത്. 15-ാം അധ്യായം മുതൽ 15-ാം വാക്യം മുതൽ 18-19. ശീമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു. അത് യോഹന്നാനാണ്. മറ്റൊരു ശിഷ്യനെന്ന് യോഹന്നാൻ എഴുതുന്നതെല്ലാം സ്വന്തം പേര് പറയാൻ തനിക്ക് ഇഷ്ടമില്ല. തന്റെ പേര് പോലും പറയാൻ താൻ യോഗ്യനല്ലെന്നാണ് താൻ വിചാരിക്കും. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകിയാൽ യോഹന്നാന് മഹാപുരോഹിതനെ പരിചയമുണ്ടാകും. യേശുവിനോട് മഹാപുരോഹിതന് നടുമുറ്റത്ത് കടന്നു. പത്രോസ് വാതിൽക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞു പത്രോസിനെ അകത്ത് കയറ്റി. എന്റെ കൂട്ടുകാരന് അകത്ത് കയറ്റുന്നു. വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തി പത്രോസിനോട്, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. പത്രോസിനെ കണ്ടു. അല്ല എന്ന് അവൻ പറഞ്ഞു. പത്രോസ് തള്ളി പറയുകയാണ്. അന്ന് കുളിരാകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഇപ്പൊ ഏകദേശം രാത്രി സമയമായെന്ന് മനസ്സിലാക്കാമല്ലോ. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. മഹാപുരോഹിതൻ യേശുവിനോട് അവരുടെ മുമ്പിൽ കൊണ്ടുവന്നേരാ ഹന്നാവ് അവന്റെ ശിഷ്യന്മാരെ ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. നിന്റെ ശിഷ്യന്മാരാരൊക്കെ, എന്താ നിന്റെ ടീച്ചിങ് പറയാൻ പറഞ്ഞു. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു, പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും. പള്ളി എന്ന് പറഞ്ഞ സിനഗോഗ്, പള്ളികളുണ്ട്, പല പള്ളികളുണ്ട്. ഇവിടെയൊക്കെ പള്ളികളിലും യഹൂദന്മാരെല്ലാവരും കൂടുന്ന യെരുശലേം ദേവാലയത്തിൽ ഞാൻ എപ്പോഴും ഉപദേശിച്ചു. രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. രഹസ്യ അജണ്ട ഒന്നും യേശുവിനില്ല കേട്ടോ, എല്ലാം ഓപ്പണാ. നീ എന്നോട് ചോദിക്കുന്ന എന്ത്, ഞാൻ സംസാരിച്ച എന്തെന്ന് കേട്ടവരോട് ചോദിക്കാൻ പറഞ്ഞു യേശു. ഞാൻ പറഞ്ഞത് അവരറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇങ്ങനെ പറയുമ്പോൾ ചേവകരിൽ അരികെ നിന്ന് ഒരുത്തൻ മഹാപുരോഹിതനോട് ഇങ്ങനെ ഉത്തരം പറയുന്നതെന്ന് പറഞ്ഞ് യേശുവിന്റെ കർണത്തിലിട്ടൊരടി. യേശുവിനോട്, ഞാൻ ദോഷമായി സംസാരിച്ചുവെങ്കിൽ തെളിവ് കൊടുക്കുക, വെറുതെ അടിക്കരുത്. ഇത് തന്നെ പൗലൂസിനെ കൊണ്ടുപോയപ്പോഴും സംഭവിച്ചത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നു. അല്ലെങ്കിൽ എന്നെ തല്ലുകയും, ഞാൻ കുഴപ്പം കാണിച്ചെങ്കിൽ തല്ലാൻ പറഞ്ഞു. നിയമം അനുസരിച്ച് പോട്ടെ. ഹന്നാവ് അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യാഫാവിന്റെ അടുക്കൽ, മരുമോന്റെ അടുക്കലോട്ട് വിട്ടു. ശീമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ, നീയും അവന്റെ ശിഷ്യന്മാരുടെ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് വീണ്ടും ചോദിച്ചു. അല്ല എന്നവൻ വീണ്ടും മറുത്തു പറഞ്ഞു. മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് ചെവി കാതറുത്തവന്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ പിന്നെയും ചോദിക്കുക, നിന്നെ അവനോട് തോട്ടത്തിൽ
ഞങ്ങൾ നിന്നെ പിടിക്കാൻ വന്നപ്പോൾ, യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ ഗെത്സമനാൻ തോട്ടത്തിൽ നീ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും പറഞ്ഞു, ഈ യേശുവിനെ ഞാൻ അറിയുന്നില്ല. ഉടനെ കോഴി കൂകി. അപ്പം കർത്താവിനെ ഈ പെസഹ മാളിക മുറിയിൽ അവരോടുകൂടെ ഇരുന്നു. കഴിഞ്ഞ പകല് അവരെ ഉപദേശിച്ചു. വൈകിട്ട് അവരുടെ കൂടെ ഗെത്സമനാൻ തോട്ടത്തിൽ പോയി. ഒരു രാത്രി 9 10 ഒക്കെ ആയപ്പോൾ അറസ്റ്റ് നടന്നു കാണും. പാതിരായും പുലർച്ചയും എല്ലാം ഓരോ കോടതികൾ, മതകോടതികളിൽ കയറി ഇറങ്ങി. ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മുടെ നാഥൻ. പുലർച്ചയ്ക്ക്, വെളുപ്പിനെ 6 മണിക്കാണ് പുലർച്ചെ എന്ന് പറയുന്നത്. 2-ാം ദിവസമായി അവർ യേശുവിനെ കയ്യാഫാവിന്റെ അടുക്കൽ നിന്ന് ആസ്ഥാനത്തിലേക്ക്, ആസ്ഥാനം എന്ന് പറയുന്ന ഗവർണറുടെ മതകോടതിയിൽ നിന്ന് സിവിൽ കോടതിയിലേക്ക് കൊണ്ടുപോവുക. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കോണം ആസ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് അന്യജാതിക്കാരനാണല്ലോ. ഏതാ യേശുവിന്റെ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞിട്ട് ഒരു അശുദ്ധിയില്ല. ഇതാണ് മതത്തിന്റെ പ്രശ്നം. മതതീഷ്ണത കയറി ആരെയും കൊല്ലും. അതായിരുന്നല്ലോ പൗലൂസ് ചെയ്തത്. കൊല്ലുന്നതിന് ഒരു പാപവുമില്ല. പക്ഷേ അന്യജാതിക്കാരനെ തൊട്ട അയിത്തവ. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിപ്പാൻ തക്കോണം ആ സ്ഥാനത്തിൽ കടന്നില്ല. ഹൃദയം നിറയെ കുലപാതകം, കൈ നിറയെ രക്തം. ഇത് വിശുദ്ധരാന്നാ പറയുന്നു. നമ്മൾ കോടതി കയറിയാലും വിശുദ്ധി പറയുന്നവരായി നമ്മൾ നിൽക്കുന്നത് കാണുമ്പോൾ കർത്താവിന് കണ്ണ് നിറയും. ക്രൈസ്തവ സഭ കോടതി എന്ന് വെളി വരട്ടെ. സഹോദരനോടൊരു കാര്യമുണ്ടെങ്കിൽ കോടതിയിലല്ല, ദൈവമുമ്പിൽ തീർക്കുന്ന വലിയ അനുഭവം എല്ലാ ക്രൈസ്തവ സഭകളിലും വരട്ടെ. പീലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു. കാരണം അവരെ ഇനി അശുദ്ധരാക്കണ്ട, ഞാനങ്ങ് പുറത്ത് ചെന്നേക്കാം. പുള്ളി അന്യജാതിക്കാരനായി പോയി. ഈ മനുഷ്യന്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. പിന്നെ അവർ പറയാം, കുറ്റക്കാരനല്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ അവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നു എന്ന് അവർ അവരുടെ ഉത്തരം പറയും. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പീൻ, മോശയുടെ ന്യായപ്രമാണ പ്രകാരം വിധിപ്പീൻ എന്ന് പറഞ്ഞതിന് യഹൂദരവനോട്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ ന്യായപ്രമാണ പ്രകാരമാണെങ്കിൽ ഇവൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് കല്ലെറിഞ്ഞു കൊല്ലണം. പക്ഷെ റോമൻ ഭരണം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല, കൊല്ലണം ഞങ്ങൾക്കിവനെ. യേശു താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. നമുക്കിന്നിവിടം കൊണ്ട് അവസാനിപ്പിക്കും. കർത്താവിന് വെച്ച് നാളെ യോഹന്നാൻ 18:33 മുതൽ തുടരാം. നമ്മുടെ കർത്താവിനെ, നമ്മൾ മാന്യനാകുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് ഹീനനായി. കണ്ടാലോ ആളറിയുകയില്ല. പെട്ടെന്ന് ആ പാട്ട്, നമ്മുടെ അനിൽ പാഷയുടെ പാട്ട് എൻ്റെ ഉള്ളിലേക്ക് വന്ന് എൻ്റെ ഒരു ലൈനൊന്ന് കർത്താവിൻ്റെ ആ പീഡാനുഭവമാണല്ലോ. അതൊന്ന് നമുക്ക് അല്പം കണ്ടോണ്ട് ഒന്ന് പാടാം. എന്നിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. താങ്ക് യു ജീസസ്.
ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകളേ, മകളേ, നീ മകനായിടുവാ. മകളേ, മകളേ, നീ മകനായിടുവാ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകനേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കണ്ടാലോ ആളറിയുകില്ല. ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനെ, മകളെ, നീ മാന്യനാകുക. യോഹന്നാന്റെ സുവിശേഷം 18, 19 ഈ അധ്യായങ്ങളിലെ പീഡാനുഭവം, 20, 21 അധ്യായങ്ങളിൽ ആ ഉയർത്ത കർത്താവിന് നിനക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്. ആ യേശുവിന്റെ ക്രൂശ് എപ്പോഴും നമ്മുടെ അകത്ത്, ആ പീഡാനുഭവം നിറഞ്ഞു നിന്നാൽ നമുക്ക് പാപത്തിൽ ജീവിക്കാനൊക്കില്ല, നമുക്ക് സഹോദരങ്ങളെ വെറുക്കാനൊക്കില്ല, നമുക്ക് സുവിശേഷം അറിയിക്കാതിരിക്കാനൊക്കില്ല. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ആ പിളർന്ന പാറയിൽ നിന്നൊഴുകുന്ന ആ പുണ്യാഹ രക്തം ഞങ്ങളെ ശുദ്ധീകരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ ഞങ്ങൾ ഏറ്റുപറയാണ്. ഞങ്ങൾ ക്രൂശിന് മുമ്പിലേക്ക് വരികയാണ്. വരുന്നു ഞങ്ങൾ ക്രൂശിങ്കൽ, വരുന്നു ഞങ്ങൾ ക്രൂശിങ്കൽ. ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങളുടെ നന്മ പ്രവൃത്തികൾക്കോ ഞങ്ങളുടെ നേർച്ച കാഴ്ചകൾക്കോ ഒന്നും ഞങ്ങളുടെ പാപത്തെ മാറ്റാനുള്ള കഴിവില്ല. വി ട്രസ്റ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. ഇന്ന് കർത്താവെ, വചനം കേൾക്കുന്ന, ഇനിയും കേൾക്കാൻ പോകുന്ന എല്ലാവരും ഒരു പുതിയ സമർപ്പണം ചെയ്യുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ആ ക്രൂശിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് പ്രാപിക്കുക മാത്രമല്ല, ആ ക്രൂശിനെ കണ്ടുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹ ജീവിതം, ഞങ്ങളുടെ ജീവിതം വെച്ചു കൊടുക്കുന്ന, മറ്റുള്ളവരിലേക്ക് ഒഴുകി ചെല്ലുവാൻ. ഞങ്ങൾക്ക് രോഗസൗഖ്യം കർത്താവ് തരും, വിടുതൽ തരും, സാമ്പത്തികം തരും, സമൃദ്ധി തരും. പക്ഷെ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ, കൊടുക്കുവാൻ. യേശു സർവസമ്പന്നനായ കർത്താവ് ആ പിളർന്ന പാറയിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഞങ്ങളുടെ ഹൃദയം ഒന്ന് പിളരട്ടെ കർത്താവെ. ലോകത്തിലേക്ക് ഒഴുകിച്ചെല്ലുവാൻ, അനേകരെ വിടുവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ സുവിശേഷം 800 കോടിയും കേൾക്കണമേ, ഇന്ത്യ കേൾക്കണമേ, കേരളം കേൾക്കണമേ, അടിയന്റെ വാകത്താനം കേൾക്കണമേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മക്കൾ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ അടിപ്പിണറുകളാലുള്ള രോഗസൗഖ്യം ഇന്ന് വീണ്ടും സംഭവിക്കട്ടെ. പൈശാചി ബന്ധനങ്ങൾ അടിയട്ടെ, ഭാരപ്പെടുന്നവർ വിടുതലാകട്ടെ, സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയ ഐക്യത, ദൈവസ്നേഹം സഭകളിൽ ഉണ്ടാകട്ടെ. എല്ലാവരും ഈ കർത്താവിന്റെ ആ ക്രൂശിൽ ആശ്രയിപ്പാൻ ക്രൈസ്തവ സഭകളിൽ കടന്നുകൂടിയിട്ടുള്ള ദുരുപദേശങ്ങൾ, കർമ്മമാർഗങ്ങളെല്ലാം മാറി. ഞങ്ങൾ മുട്ടയിലഴഞ്ഞുകൊണ്ടോ ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടോ ഒന്നുമല്ല, ഞങ്ങൾ കുരിശ് വന്നിട്ടല്ല, ക്രൂശിലേക്ക് എല്ലാവരും തിരിയട്ടെ എന്ന് അച്ഛന്മാരും പാസ്റ്റർമാരും പ്രസംഗിക്കുവാനും, യേശുവിനെ കർത്താവായി സ്വീകരിപ്പാനും, സ്നാനപ്പെടുവാനും, പരിശുദ്ധാത്മാവിൽ നിറയുവാനും, ഈ സുവിശേഷം ലോകമെങ്ങും കൊടുക്കുവാനും ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. ഹെവൻലി ഫീസ്റ്റിനെ കർത്താവ് ഉപയോഗിക്കണമേ. ലോകത്തിൽ മറ്റ് സഭകൾക്കും ഒരു വെളിച്ചമാക്കി ഉപയോഗിക്കണമേ. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു. വലിയ കാര്യങ്ങൾ നടക്കണമേ, വൻ കാര്യങ്ങൾ നടക്കണമേ, വലിയ ഉണർവുകൾ നടക്കണമേ.
പ്രാർത്ഥന കേട്ട ദയക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സ്പോൺസർ ചെയ്ത കുടുംബം, നിങ്ങൾ ജസ്റ്റിൻ മോഡ ബർത്ത്ഡേയിൽ ചെയ്യുമ്പോൾ ഈ സുവിശേഷം അനേർക്ക് ചെല്ലുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് വിന്നർ ചേമ്പിൽ കർത്താവിൻ്റെ ദാസൻ തങ്കുബ്രദർ സിസ്റ്റർ ശുശ്രൂഷിക്കുന്നു. ഈ വീക്കെൻഡിൽ ബഹറിനിൽ തങ്കുബ്രദർ ശുശ്രൂഷിക്കുന്നു. അവിടെയുള്ളവർ ആ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമാകും. ഈ യേശുവിൻ്റെ വിടുതലുകൾ ആ കർത്താവിന് വേണ്ടി സമർപ്പിക്കാനിടയായിത്തീരും. നാളെ നമുക്ക് ഈ വചന ഭാഗങ്ങൾ തുടരാം. അപ്പോൾ തന്നെ നാളെ ബുധനാഴ്ച കോട്ടയത്തും എറണാകുളത്തും വിടുതൽ ശുശ്രൂഷയുണ്ട്. ഈ ക്രൂശിൽ നിന്ന് ഒഴുകുന്ന വിടുതൽ നാളെ കോട്ടയത്ത് ടെൻറ്റിൽ രോഗസൗഖ്യങ്ങളായി വിടുതലുകളായി വ്യാപരിക്കും. കൗൺസിലിങ്ങിന് ടൈമുണ്ട്. നിങ്ങളുടെ ഒത്തിരി പേര് ഡിപ്രഷൻ പ്രശ്നങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കാണുന്നു. ബുധനാഴ്ച അങ്ങനെയുള്ളവരെ കൊണ്ടുവരിക, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എറണാകുളത്ത് ഇടപ്പള്ളി MLE സെന്ററിലും നാളെ വിടുതൽ ശുശ്രൂഷയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ അണ്ടർ ദ വിങ്സിൽ ഇതേ സമയം കാണാം. അതുവരെയും കർത്താവിന്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. വി ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. അതിനേക്കാളെന്തു ഞാൻ നൽകിയിടും എൻ പ്രേമകാന്തന് യേശുവിന്. അതിനേക്കാളെന്തു ഞാൻ നൽകിയിടും എൻ പ്രേമകാന്തന് യേശുവിന്. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ.